സുഹൃത്തുക്കളെ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ദ ബിയോണ്ട് ദ ഹൊറിസോൺ. ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് ബിയോണ്ട് ദ ഹൊറിസോൺ എന്ന ജ്യോതിശാസ്ത്ര പ്രഭാഷണ പരമ്പരയുടെ 22ാം ഭാഗമാണ്. നമ്മളേതാണ്ട് 6 മാസം കഴിഞ്ഞു തുടങ്ങിയിട്ട്. മോശമില്ലാത്ത പ്രതികരണം നിങ്ങളിൽ നിന്ന് ഉണ്ടായതിൽ ഞാൻ നിങ്ങൾക്ക് അഭിനന്ദനം അർപ്പിക്കുകയാണ്. ഇനിയും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം. നമ്മൾ ഇതുവരെ പൗരാണിക ജ്യോതിശാസ്ത്രം മുതൽ 16-17 നൂറ്റാണ്ടുകളിലെ ജ്യോതിശാസ്ത്രജ്ഞന്മാരെ പറ്റിയാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അതിൽ ഇനിയും കുറച്ച് പേര് ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ള 4 പേരെയാണ് ഇന്നത്തെ 22ാം എപ്പിസോഡിൽ ഇവിടെ അവതരിപ്പിക്കുന്നത്. അവരിൽ ഒന്ന് എല്ലാ ഘടികാരങ്ങളുടെയും മുതുമുത്തച്ഛനായ ഘടികാരങ്ങളെ കണ്ടുപിടിപ്പിച്ച ക്രിസ്റ്റ്യൻ ഹൈജൻസ്. നമുക്കറിയാം, 17ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഗലീലിയോ ഗലീലി പെൻഡുലം കണ്ടുപിടിച്ച കഥയൊക്കെ എല്ലാവർക്കും അറിയാം. എല്ലാ സ്കൂൾ കുട്ടികൾക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പെൻഡുലത്തെയും അതിനോടനുബന്ധിച്ച ബാലൻസ് വീലിനെയും ഒക്കെ സമർത്ഥമായി ഉപയോഗിച്ച് ജ്യോതിശാസ്ത്രജ്ഞൻ എന്നതിലുപരി സമർത്ഥനായ ഒരു എൻജിനീയർ കൂടെയായ ക്രിസ്റ്റ്യൻ ഹൈജൻസാണ് ഒരു ഘടികാരം ആദ്യമായിട്ട് ലോകത്തിന് സമ്മാനിച്ചത്. ഇന്നിപ്പോൾ ആ മെക്കാനിക്കൽ ഘടികാരങ്ങളൊക്കെ പോയി. ഇന്ന് ആറ്റമിക് ക്ലോക്ക് വരെ നിലവിൽ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അതേതാണ്ട് അദ്ദേഹം ഘടികാരം കണ്ടുപിടിച്ചത് 17ാം നൂറ്റാണ്ടിലാണെന്ന് ഓർക്കണം. ഈ 4 നൂറ്റാണ്ടുകൾ കൊണ്ട് ശാസ്ത്രം എത്രത്തോളം ദൂരം മുന്നോട്ട് പോയിരിക്കുന്നു എന്ന കാര്യം ഘടികാരത്തിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മനസ്സിലാവും. വെറും 400 കൊല്ലം കൂടിയില്ല. ഈ 400 കൊല്ലത്തിനടക്ക് ഇന്ന് നമ്മൾ കോടിക്കണക്കിന്, സെക്കൻഡിൻ്റെ കോടിക്കണക്കിൽ അംശത്തിൽ ഒരു ഭാഗം സമയത്തെ നമുക്ക് കൃത്യമായി അളക്കാൻ കഴിയുന്ന അവസ്ഥയിലാണ് ആറ്റമിക് ക്ലോക്കുകൾ. ശാസ്ത്രത്തെ കുറ്റം പറയുന്നവർ മനുഷ്യ പുരോഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായ സമയത്തെ അളക്കുന്നതിൽ വിജയിച്ച കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതാണ് ശാസ്ത്രത്തിൻ്റെ കുതിപ്പിൻ്റെ രഹസ്യം. ശാസ്ത്രം ഒരിക്കലും തുടങ്ങിയിടത്തിൽ നിന്നു പോകുന്നില്ല, നിശ്ചലമാകുന്നില്ല. അത് ഓരോ നിമിഷവും കുതിച്ചുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യരാശിക്ക് വേണ്ടി അത് പുതിയ പുതിയ കാര്യങ്ങൾ ഇന്നലത്തേതിനേക്കാൾ കുറേ കൂടെ മെച്ചപ്പെട്ട രീതിയിൽ അതിനെ ഉണ്ടാക്കി മനുഷ്യരാശിയുടെ ജീവിതം നന്നാക്കാൻ നമ്മുടെ മുമ്പിൽ തരുന്നു. അതാണ് ശാസ്ത്രം. മരുന്നുകളുടെ കാര്യത്തിലായാലും ശരി, ഭക്ഷണം മെച്ചപ്പെടുത്തുന്നതിലായാലും ശരി, മനുഷ്യൻ്റെ ആരോഗ്യം നന്നാക്കുന്നതിലായാലും ശരി, അവൻ്റെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലായാലും ശരി, നമ്മൾ നേരെ മുന്നോട്ട് പോയിരിക്കുന്നു. ഇതൊക്കെ തന്നെ ശാസ്ത്രത്തിൻ്റെ സിദ്ധികളാണ് നോക്കണം. പലരും പറയും അത് സാങ്കേതിക വിദ്യയല്ലേ. സാങ്കേതിക വിദ്യ എങ്ങനെ ഉണ്ടായി? ശാസ്ത്രത്തിൻ്റെ ഒരു അനന്തര ഫലമാണ് സാങ്കേതിക വിദ്യ. അടിസ്ഥാന ശാസ്ത്രത്തെ ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ സാങ്കേതിക വിദ്യ വികസിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അവിടെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ക്രിസ്റ്റ്യൻ ഹൈജൻസ് ഏതാണ്ട് 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കണ്ടുപിടിച്ച ആ ഘടികാരത്തെ ഇന്ന് നമ്മൾ എത്രമാത്രം ഭംഗിയായി മെച്ചപ്പെടുത്തി എന്നുള്ള കാര്യം ഓർക്കുക. ഹൈജൻസിന് ശേഷം മറ്റൊരാൾ ഴാങ് റീഷറാണ്. അദ്ദേഹം ഫ്രഞ്ചുകാരനായിരുന്നു. ഫ്രഞ്ചുകാരനായ റീഷർ നമുക്ക് ഭൂമിയുടെ രൂപം പോലും എന്താണ് കൃത്യമായ രൂപം എന്ന് കാണിച്ചു തന്ന ആളാണ്.
ഭൂമിയുടെ രൂപം നാം വിചാരിച്ച പോലെ കൃത്യമായ ഗോളാകൃതി അല്ല. ആ രൂപത്തിന് തന്നെ ഒരു പേരുണ്ട്, ജിയോഡസിക്. അത് ജിയോഡസിക് ആണെന്ന് കാണിച്ചു തന്ന ആളാണ് റിഷർ. മറ്റൊരാളാണ് ജെമിനിയാനോ മൊണ്ടനാരി. അത് നല്ലൊരു ടെലിസ്കോപ്പ് നിർമ്മാതാവായിരുന്നു, നല്ലൊരു കണ്ണാടി നിർമ്മാതാവായിരുന്നു, നല്ലൊരു ലെൻസ് നിർമ്മാതാവായിരുന്നു. വിവിധ വശങ്ങളെപ്പറ്റി നല്ല ലെൻസുകൾ ഉണ്ടാക്കുന്നതിൽ, നല്ല ടെലിസ്കോപ്പ് ഉണ്ടാക്കുന്നതിൽ വിദഗ്ധനായിരുന്നു മൊണ്ടനാരി. പിന്നെ ഉള്ളത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പ്രകാശത്തിൻ്റെ വേഗത കണ്ടുപിടിച്ച മനുഷ്യൻ ക്രിസ്റ്റ്യൻ ഒലെ റോമർ. റോമറിൻ്റെ കണ്ടുപിടുത്തമാണ് പ്രകാശം ശൂന്യതയിൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കുന്നു എന്നുള്ളത്. ഇന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണല്ലോ. നമുക്ക് അല്പം ഒന്ന് പിന്നോട്ട് പോകാം. അഥവാ പ്രകാശത്തിൻ്റെ വേഗതയെ പറ്റിയുള്ള കൃത്യമായ ധാരണ അത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മളിന്ന് ഉപയോഗിക്കുന്ന പല വസ്തുക്കളും ഉണ്ടാവില്ലായിരുന്നു. എല്ലാവരുടെ പോക്കറ്റിലും കിടക്കുന്ന മൊബൈൽ ഫോൺ അടക്കമുള്ള വസ്തുക്കൾ ഈ ഇന്നത്തെ ശാസ്ത്രത്തിന് അന്യമാവുകയായിരുന്നു. അതാണ് 300 കൊല്ലങ്ങൾക്ക് മുമ്പേ ജീവിച്ച് അന്തരിച്ചു പോയ ഈ മഹാനുഭാവന്മാർ നമുക്ക് നൽകിയ വരദാനം. അതിൽ റോമറുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം കണ്ടുപിടിച്ച പ്രകാശത്തിൻ്റെ വേഗത ഇത്രയാണെന്ന് കണ്ടുപിടിച്ച ആ കാര്യം അക്കാലത്ത് അയാളുടെ ജീവിത കാലഘട്ടത്തിൽ അംഗീകരിക്കപ്പെട്ടില്ല. പിന്നെ ഇത് അംഗീകരിക്കപ്പെട്ടത് 18-ാം നൂറ്റാണ്ടിലാണ്. ഇങ്ങനെ എത്രയോ മഹാരഥന്മാർ അവരുടെ ജീവിതം പൂർണ്ണമായും നമുക്ക് വേണ്ടി ഉഴുന്നു വെച്ചു. അവർ തിരശ്ശീലയ്ക്ക് പിന്നിൽ പോയി മറഞ്ഞു. ഇന്ന് വളരെ അപൂർവം പേരെ മാത്രമേ നാം ഓർക്കുന്നുള്ളൂ. അതാണ് ശാസ്ത്രത്തിൻ്റെ ഒരു ദൗർഭാഗ്യം. ഏതായാലും ഈ 22-ാം എപ്പിസോഡ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എല്ലാവരും കാണണം, കുട്ടികളെ കാണിക്കണം. അവർക്ക് നാം എങ്ങനെ ഇന്നത്തെ നിലയിൽ എത്തി എന്നുള്ള കാര്യങ്ങൾ അവരറിയണം. നാം എങ്ങനെ നാമായി. അതിനു വേണ്ടി കൂടിയാണ് ഈ ശാസ്ത്ര ചരിത്ര പരമ്പര നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇത്തരം പരമ്പരകൾ ഇംഗ്ലീഷിലുണ്ടാവാം ധാരാളം, മലയാളത്തിൽ വളരെ അപൂർവമാണ്. തുടർച്ചയായി വരികയാണ്. പൗരാണിക കാലം മുതൽ 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് ജ്യോതിശാസ്ത്രം പരിണമിച്ചുണ്ടായത്, അതിൽ പങ്കെടുത്ത ആളുകളാരൊക്കെ, അവരൊക്കെ മൺമറഞ്ഞുപോയി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ എപ്പിസോഡ് പൂർണ്ണമായും കാണണം. അടുത്തുള്ള ആളുകൾക്ക് പങ്കുവെക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ അറിവിൻ്റെ വ്യാപനം പൂർണ്ണമായത് സാധ്യമാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ബിയോണ്ട് ദ ഹൊറിസോൺ പാർട്ട് 22. ക്രിസ്റ്റ്യൻ ഹൈജൻസ്, ജീൻ റിഷർ, ജെമിനിയാനോ മൊണ്ടനാരി, ഒലെ ക്രിസ്റ്റ്യൻ റോമർ. 15-16 ശതകങ്ങളിൽ യൂറോപ്പിൽ ആരംഭിച്ച ശാസ്ത്രവിപ്ലവത്തിലെ പ്രധാന നായകന്മാരിൽ ഒരാളായിരുന്നു ക്രിസ്റ്റ്യൻ ഹൈജൻസ്. ഗണിതം, ഭൗതികശാസ്ത്രം, ജ്യോതിശാസ്ത്രം കൂടാതെ കണ്ടുപിടുത്തത്തിൻ്റെ മേഖലയിലും തിളങ്ങിയ അപൂർവ പ്രതിഭാസമായിരുന്നു ഹൈജൻസ്. ജർമ്മനിയിലെ സ്വാധീനമുള്ള ഉന്നത കുടുംബത്തിൽ ഹേഗിലായിരുന്നു ഹൈജൻസിൻ്റെ ജനനം. വലതുവശത്ത് കാണിച്ചതാണ് ഹൈജൻസിൻ്റെ ഒരു പോർട്രേറ്റ്. അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരൻ കോൺസ്റ്റാന്റിൻ ഹൈജൻസ് ഒരു നയതന്ത്ര വിദഗ്ധനായിരുന്നു. ഹൗസ് ഓഫ് ഓറഞ്ചിൻ്റെ ഉപദേശകനുമായിരുന്നു. ഹൈജൻസ് മാരിൻ മാർസന്നെ, റെനെ ഡെസ്കാരിറ്റ് തുടങ്ങിയവരുമായി വലിയ സൗഹൃദത്തിലായിരുന്നു. ഹൈജൻസ് നയതന്ത്ര മേഖലയിൽ പ്രവർത്തിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ വലിയ താല്പര്യം. ജ്യോതിശാസ്ത്രത്തിലുള്ള താല്പര്യം അതിന് എതിരായി. സഹോദരനുമൊത്ത് ഹൈജൻസ് ടെലിസ്കോപ്പ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടു.
ഇവിടെ ഇടതുവശത്ത് കാണിച്ചിരിക്കുന്നത് കോൺസ്റ്റാന്റിൻ ഹൈജൻസിൻ്റെ ചിത്രമാണ്. ഇതിനു മുമ്പ് നമ്മൾ ഏരിയൽ ടെലിസ്കോപ്പിനെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്, ഓർമ്മിക്കുന്നുണ്ടാവുമോ എന്തോ. ടെലിസ്കോപ്പുകളെ പറ്റി പറയുന്ന സമയത്ത് ആദ്യകാല ടെലിസ്കോപ്പുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടെലിസ്കോപ്പ് ഏരിയൽ ടെലിസ്കോപ്പായിരുന്നു. അപവർത്തന ടെലിസ്കോപ്പുകളുടെ ബാലാരിഷ്ടതകൾ വളരെ കൂടുതലായിരുന്നു അക്കാലത്ത്. അത് തീർന്നിട്ടില്ലാത്ത അക്കാലത്ത് ഹൈജൻസ് ഗുണനിലവാരമുള്ള ലെൻസുകൾ ഉണ്ടാക്കാൻ പഠിച്ചു. അതാകട്ടെ അദ്ദേഹം സ്വയം വരച്ചുണ്ടാക്കി. ആദ്യം ഒരു 28 ഇഞ്ച് നീളമുള്ള ടെലിസ്കോപ്പായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത്. ലെൻസ് വലിയൊരു കുഴലിൽ ഘടിപ്പിക്കുന്നതിന് പകരം ഉയരമുള്ള ഒരു സ്തംഭത്തിൽ, വലതുവശത്തെ ചിത്രം കാണാം, ആ ചിത്രത്തെ വലിയ ഒരു സ്തംഭത്തിൽ പുറത്ത് വിശാലമായ സ്ഥലത്ത് ഘടിപ്പിച്ചു. സ്തംഭത്തിൻ്റെ ഏറ്റവും മേൽഭാഗത്ത് ലെൻസ് ഘടിപ്പിച്ചു, ഇവിടെ ഈ കാണുന്ന സ്ഥലത്ത്. പിന്നെ ഐ പീസ് ഘടിപ്പിച്ചിരിക്കുന്ന ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഭൂമിയിൽ ഒരു പ്രത്യേക ഉപകരണം ഉണ്ടാക്കി അതിന്മേൽ ഐ പീസ് ഘടിപ്പിച്ചു. ഈ രണ്ടിനെയും വളരെ സൂക്ഷ്മമായി വളരെ കൃത്യമായി ഘടിപ്പിച്ചതിന് ശേഷം മാത്രമേ വസ്തുവിനെ കാണാൻ പറ്റുമായിരുന്നുള്ളൂ. ഈ ഒരു പ്രയാസം അതിനുണ്ടായിരുന്നു. ഇത്തരം ടെലിസ്കോപ്പുകൾക്ക് ഹൈജൻസ് കൊടുത്ത പേര് ഏരിയൽ ടെലിസ്കോപ്പ് എന്നായിരുന്നു. ആദ്യത്തെ ടെലിസ്കോപ്പ് കൊണ്ട് ഒറിയോൺ നെബുലയെയും ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ടൈറ്റാനെയും കണ്ടുപിടിച്ചു. ഇടതുവശത്ത് കാണുന്നതാണ് ഒറിയോൺ നെബുല. ഇത് ആധുനിക ചിത്രമാണ്. അതുകൊണ്ടാണ് ഇത്ര മനോഹരമായ നിറങ്ങളൊക്കെ കാണപ്പെടുന്നത്. ഈ നിറങ്ങളൊന്നും ആകാശത്തെ യഥാർത്ഥത്തിൽ കാണാൻ കഴിയുകയില്ല. ഇവയൊക്കെ കമ്പ്യൂട്ടറിൽ ഫോട്ടോ എടുത്തതിന് ശേഷം കമ്പ്യൂട്ടറിൽ കൃത്രിമ നിറങ്ങൾ കൊടുത്തതാണെന്ന് ഓർക്കണം. താഴെ ഇരിക്കുന്നതാണ് ടൈറ്റാൻ എന്ന ശനിയുടെ ഉപഗ്രഹം. അത് ഏറ്റവും വലിയ ഉപഗ്രഹമാണ്. 1655 ശനിയുടെ വളയങ്ങളെപ്പറ്റി പഠിച്ച ഹൈജൻസ് അവയ്ക്ക് ശനി ഗ്രഹവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലെന്ന് മനസ്സിലാക്കി. വളയങ്ങൾ ക്രാന്തിവൃത്തവുമായി ചരിഞ്ഞിട്ടാണെന്നും കണ്ടു. ഇരട്ട നക്ഷത്രങ്ങളെയും നെബുലകളെയും പഠനവിധേയമാക്കിയ ഹൈജൻസ് ആദ്യമായി നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം അളക്കുകയായിരുന്നു. സൂര്യശോഭയുമായി താരതമ്യം ചെയ്ത് സിറിയസ് നക്ഷത്രത്തിൻ്റെ, അതായത് ആകാശത്തെ ഏറ്റവും പ്രഭയുള്ള നക്ഷത്രമാണല്ലോ സിറിയസ്, ആ സിറിയസ് നക്ഷത്രത്തിൻ്റെ ദൂരം അളന്നുവെങ്കിലും അത് ശരിയായിരുന്നില്ല. സിറിയസിൻ്റെ ശോഭ അളന്നപ്പോൾ കിട്ടിയത് 20% കുറവായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി. 1662 സ്വന്തം ടെലിസ്കോപ്പിൽ പിടിപ്പിക്കാൻ ഐപീസ് ഉണ്ടാക്കി. ഐപീസ് എന്താണെന്ന് അറിയാമല്ലോ. ടെലിസ്കോപ്പിൻ്റെ ട്യൂബിൻ്റെ മുമ്പിൽ ഒബ്ജക്റ്റീവ് ലെൻസും പിൻഭാഗത്താണ് ഐപീസ് ഘടിപ്പിക്കുന്നത്. അതായത് ഐപീസ് കൂടിയാണ് വസ്തുവിനെ കാണാൻ കഴിയുക. കണ്ണിനടുത്ത് പിടിപ്പിക്കുന്ന ലെൻസിനാണ് ഐപീസ് എന്ന് പറയുന്നത്. അതിന് അദ്ദേഹം കൊടുത്ത പേര് ഹൈജൻസ് ഐപീസ് എന്നാണ്. അത് കച്ചവടാവശ്യത്തിന് വേണ്ടി തയ്യാറാക്കിയ ഐപീസാണ്. ഇപ്പോഴും ഇത് ലഭ്യമാണ്. നല്ല ഐപീസാണ്. 1661 ഹൈജൻസ് ബുധസന്തരണം നിരീക്ഷിക്കുകയുണ്ടായി. കൂടാതെ 1639 ശുക്രസന്തരണത്തെപ്പറ്റി പഠിക്കുകയും ഉണ്ടായി. ശുക്രസന്തരണം നിരീക്ഷിച്ചത് ജെർമിയ ഹോറോക്സ് എന്ന പാതിരിയായിരുന്നു. ആദ്യമായിട്ട് ശുക്രസന്തരണം നിരീക്ഷിച്ച് രേഖപ്പെടുത്തി വെച്ചത്. എന്താണ് ഈ സന്തരണം എന്ന് പറഞ്ഞാൽ? നമ്മളിതിനു മുമ്പേ പല പ്രാവശ്യം ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ആകാശവസ്തുക്കളിലെ വലിയ വസ്തുക്കളുടെ മുൻപിൽ കൂടെ ഒരു ചെറിയ വസ്തു കടന്നു പോകുന്ന സംഭവത്തിനാണ് സന്തരണം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്ക് ബുധസന്തരണവും ശുക്രസന്തരണവും എന്താണെന്ന് നോക്കാം. ബുധസന്തരണം എന്നാൽ വലിയ വസ്തു അതിൻ്റെ പിന്നിലിരിക്കുന്ന സൂര്യനാണ്. സൂര്യൻ്റെ ഏറ്റവും അടുത്ത വസ്തുവാണല്ലോ ബുധൻ. അതായത് ബുധൻ ഒരു ചെറിയ കറുത്ത പൊട്ടായിട്ട്
സൂര്യൻ്റെ മുൻപിൽ കൂടെ, സൂര്യൻ വളരെ വലിയ ബിംബമാണെന്ന് ഓർക്കണം, സൂര്യൻ്റെ മുൻപിൽ കൂടെ അല്പാൽപമായി കടന്നു പോകുന്ന ആ സംഭവത്തിനാണ് പറയുന്നത് ബുധസന്തരണം. അതുപോലെ തന്നെ ശുക്രസന്തരണവും. കാരണം ബുധനും ശുക്രനും പലപ്പോഴും സൂര്യൻ്റെ മുൻപിൽ കൂടെ കടന്നു പോകുന്ന ആ സംഭവം ഭൂമിയിൽ നിന്ന് നിരീക്ഷിക്കാൻ കഴിയും. കാരണം സൂര്യൻ ഏറ്റവും പുറകിലും മുൻപിൽ ബുധനോ അല്ലെങ്കിൽ ശുക്രനോ കടന്നു പോവുകയും ചെയ്യും. ഭൂമിയിൽ നിന്ന് നോക്കുന്ന ആൾക്ക് ഇത് മനോഹരമായൊരു കാഴ്ചയായി അനുഭവപ്പെടും. ഉദാഹരണം പറയുകയാണെങ്കിൽ 2014 ഒരു ബുധസന്തരണം നടക്കുകയുണ്ടായി. ബുധസന്തരണത്തിൻ്റെ ഒരു പ്രശ്നം എന്താ? ബുധൻ എപ്പോഴും സൂര്യനെ വളരെ അടുത്തായിരിക്കും ഇരിക്കുക. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സൂര്യൻ മധ്യാകാശത്തെത്തുമ്പോൾ ബുധനെ കാണാനേ കഴിയില്ല. പിന്നെ കാണാൻ കഴിയുന്നപ്പോഴാണ് ഒന്നുകിൽ ബുധൻ സൂര്യാസ്തമയ സമയത്ത് മാത്രം വളരെ കുറഞ്ഞ സമയത്തിനകത്ത് ബുധൻ്റെ സന്തരണം നടക്കും. പക്ഷേ ശുക്രസന്തരണം അങ്ങനെയല്ല. ശുക്രസന്തരണം നടക്കുന്നത് 100-150 കൊല്ലങ്ങളിലോ 200 കൊല്ലത്തിൽ ഒരു പ്രാവശ്യമായിരിക്കും. ഈ നൂറ്റാണ്ടിൽ ജീവിച്ചവർക്ക്, അതായത് 2100 നൂറ്റാണ്ടിൽ ജീവിച്ചവർക്ക്, 21ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നവർക്ക് ഈ ശുക്രസന്തരണത്തെപ്പറ്റി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. 2 പ്രാവശ്യം, 2004-ലും 2012-ലും ശുക്രസന്തരണം നടക്കുകയുണ്ടായിട്ടുണ്ട്. വളരെ അപൂർവം പേരെ കണ്ടിട്ടുണ്ടാവുള്ളൂ, എന്നാലും അങ്ങനെ നടക്കുകയുണ്ടായിട്ടുണ്ട്. ഇനി ഈ നൂറ്റാണ്ടിലോ അടുത്ത നൂറ്റാണ്ടിൽ പോലും ശുക്രസന്തരണം കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ സംഭവം തന്നെയാണ്. എന്തിനാണ് ശുക്രസന്തരണം കാണുന്നത്? ഒരു 200 കൊല്ലങ്ങൾക്ക് മുമ്പ് ശുക്രസന്തരണം നിരീക്ഷിച്ച ആൾ നേരത്തെ പറയുകയുണ്ടായി, ജെറമിയ ഹോറോക്സ് ആയിരുന്നു, ഒരു പാതിരി. അക്കാലത്ത് തന്നെ ജീവിച്ചിരുന്ന മറ്റൊരു ജ്യോതിശാസ്ത്രജ്ഞൻ എഡ്മണ്ട് ഹാലി, അദ്ദേഹം ശുക്രസന്തരണ സമയത്ത് ഭൂമിയിൽ നിന്ന് നിരീക്ഷണം നടത്തി അതിൻ്റെ കൃത്യമായ രേഖപ്പെടുത്തൽ ചെയ്തു കഴിഞ്ഞാൽ സൂര്യനിലേക്ക് ഭൂമിയിൽ നിന്നും എന്ത് ദൂരമുണ്ടെന്ന് കണ്ടുപിടിക്കാം എന്നുള്ള കണക്കുകൾ ഉണ്ടാക്കുകയുണ്ടായി. അല്പം സങ്കീർണമാണെങ്കിലും ആ കണക്ക് വളരെ ഫലപ്രദമായിരുന്നു. 1681 ഹൈജൻസ് ഗുരുതരമായ മാനസിക പ്രശ്നത്തിന് അടിപ്പെട്ടു. അതിനുശേഷം താൻ ഉണ്ടാക്കിയ ഏരിയൽ ടെലിസ്കോപ്പിനെ കുറിച്ച് പുസ്തകം അരിസ്റ്റോകോപ്പിയ കോമ്പൻഡാറിയ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു. ഹൈജൻസ് ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടത് അദ്ദേഹം പ്രകാശത്തെപ്പറ്റി ആവിഷ്കരിച്ച പ്രകാശത്തിൻ്റെ തരംഗ സ്വഭാവം എന്ന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന നിലയിലാണ്. ഐസക് ന്യൂട്ടൻ്റെ സമകാലീനായിരുന്ന ഹൈജൻസ് പ്രകാശത്തെപ്പറ്റിയുള്ള ന്യൂട്ടൻ്റെ കോർപ്പസ്കുലർ സിദ്ധാന്തത്തെ ചോദ്യം ചെയ്തു. ഇത് ശാസ്ത്രലോകത്ത് വലിയ വിവാദത്തിന് തിരികൊളുത്തി. 1690 പ്രസിദ്ധീകരിച്ച ട്രീറ്റെ ഡി ലാ ലൂമയർ എന്ന പുസ്തകത്തിൽ പ്രകാശത്തിൻ്റെ തരംഗ സ്വഭാവത്തിൻ്റെ ഗണിത വിശകലനം അവതരിപ്പിച്ചു. മേലെ കൊടുത്തിരിക്കുന്ന ന്യൂട്ടൻ്റെ ചിത്രമാണ്, താഴെ ഇരിക്കുന്നത് ഓൾഡ്രീമർ എന്ന മറ്റൊരു ശാസ്ത്രജ്ഞൻ്റെ ചിത്രമാണ്. 1679 ഓൾഡ്രീമർ അല്ലെങ്കിൽ ഒലേറീമറിൻ്റെ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രകാശവേഗത അനന്തമാണെന്ന സങ്കല്പമാണ് ഹൈജൻസിനുണ്ടായിരുന്നത്. പ്രകാശത്തിൻ്റെ ജ്യോമിതീയ സ്വഭാവം തരംഗ സിദ്ധാന്തത്തിന് വെല്ലുവിളിയാണെന്ന് ഹൈജൻസ് മനസ്സിലാക്കിയിരുന്നു. 1655 ശനിഗ്രഹത്തിന് ചുറ്റും കാണപ്പെടുന്ന പരന്ന വളയങ്ങൾ, ഇത് നമുക്ക് ഈ സമയത്ത്, അതായത് ഇപ്പോൾ ആകാശത്തെ ശനിയുണ്ട്, പക്ഷേ ഇപ്പോൾ ആകാശത്തുള്ള ശനിയുടെ വളയങ്ങളെ നമുക്കൊരു വരമാതിരി മാത്രമേ കാണാൻ കഴിയുള്ളൂ. അതിന് കാരണം ശനി കുറേ കാലങ്ങൾ കൊണ്ട് ഇങ്ങനെ മറിഞ്ഞു വരും. സൂര്യന് ചുറ്റും സഞ്ചരിക്കുമ്പോൾ മറിഞ്ഞു വന്ന് ചില സമയങ്ങളിൽ അതിൻ്റെ എല്ലാ വളയങ്ങളെയും ഭൂമിയിലുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നത് പോലെ വരും. ചില സമയത്ത് അതൊരു നേർരേഖയായിട്ട് കാണപ്പെടും എന്നർത്ഥം.
സ്വന്തമായി നിർമ്മിച്ച 43X ടെലിസ്കോപ്പ് കൊണ്ട് ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ടൈറ്റാനെ അദ്ദേഹം കണ്ടുപിടിച്ചു. അത് വലിയൊരു കണ്ടുപിടുത്തമായിരുന്നു. അതേ വർഷം തന്നെ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ഒറിയോൺ ഗണത്തിലെ ഒറിയോൺ നെബുലയെയും കണ്ടെത്തി. 1659 ചൊവ്വയുടെ പ്രധാന അഗ്നിപർവ്വത പ്രദേശം ഒളിമ്പസ് മോൺസിനെ ഹൈജൻസ് കണ്ടെത്തി. അതോടെ ചൊവ്വയുടെ ഭ്രമണകാലം 24.5 മണിക്കൂറുകളാണെന്ന് അദ്ദേഹം കണക്കാക്കി. ഈ ഒളിമ്പസ് മോൺസിൻ്റെ ചിത്രമാണ് ഈ കാണിക്കുന്നത് വലതുവശത്ത്. 1695 ഭൂമിയെ കൂടാതെ മറ്റ് ഗ്രഹങ്ങളിൽ മനുഷ്യനെ പോലെയോ അതിലും ഉയർന്ന സംസ്കാരമുള്ള മറ്റു ജീവജാലങ്ങളോ ഉണ്ടാവാമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഭൂമിയുടെ ഭ്രമണ വേഗതക്കനുസരിച്ച് ടെലിസ്കോപ്പിനെ ചലിപ്പിക്കാനുള്ള യാന്ത്രിക ഉപകരണം രൂപകൽപ്പന ചെയ്യുന്നതിനിടക്കാണ് ഗലീലിയോയുടെ പെൻഡുലവും ബാലൻസ് വീലും ഉപയോഗിച്ച് ആദ്യത്തെ യന്ത്രഘടികാരം ഹൈജൻസ് നിർമ്മിച്ചത്. ഹൈജൻസിൻ്റെ ഏറ്റവും നല്ല സമർത്ഥമായ കഴിവ് അദ്ദേഹം നല്ലൊരു എൻജിനീയറായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ടെലിസ്കോപ്പ് നിർമ്മിക്കുന്നതിലും ആദ്യത്തെ യന്ത്രഘടികാരം ഒരു ക്ലോക്ക് നിർമ്മിക്കുന്നതിലും ഹൈജൻസാണ് ആദ്യമായി വിജയിച്ചത് എന്ന് പറയണം. ഫ്രഞ്ച് അക്കാദമിയിലെ ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു റാങ് റിഷർ. കാസിനയുടെ സഹായിയായിരുന്നു. 1671 മുതൽ 1673 വരെ ഫ്രഞ്ച് ഗയാനയിൽ നിരീക്ഷണ നിലയത്തിൽ പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടു. റിഷറാണിത്. റിഷറിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ചൊവ്വ ഗ്രഹത്തിൻ്റെ അപസൗരകാലത്ത്, അതായത് ചൊവ്വ സൂര്യനിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ള കാലത്ത് എടുത്ത അളവുകളും കാസിന് സമാന്തരമായി പാരീസിൽ എടുത്ത അളവുകളും ഉപയോഗിച്ച് ഭൂമിയും ചൊവ്വയും സൂര്യനും തമ്മിലുള്ള ദൂരം അദ്ദേഹം കണക്കാക്കി. ഒരു സെക്കൻഡിൻ്റെ പകുതി ആവൃത്തിയുള്ള പെൻഡുലത്തിൻ്റെ ദൈർഘ്യം, അതിന് പറയുന്നത് സെക്കൻഡ് പെൻഡുലം എന്നാണ്. പെൻഡുലം എല്ലാവർക്കും അറിയാമല്ലോ. പഴയകാല ഘടികാരങ്ങളിൽ സമയത്തിൻ്റെ ആവർത്തന സ്വഭാവം നിലനിർത്താൻ ഉപയോഗിക്കുന്നൊരു ഉപകരണമാണ് പെൻഡുലം. ഈ താഴെ തൂങ്ങിക്കിടക്കുന്നത് ഇതാ ഇവിടെ ചിത്രത്തിൽ കാണാം. ഇതാണ് പെൻഡുലം. ആ സെക്കൻഡ് പെൻഡുലത്തിൻ്റെ ദൈർഘ്യം 1.2 ലിങ്സ്, അതായത് 28 മില്ലിമീറ്റർ ആയിരുന്നു എന്നത് പാരീസിനേക്കാൾ ചെറുതായിരുന്നു. ഇത് മറ്റൊരു മെക്കാനിക്കൽ ഘടികാരവുമായി താരതമ്യം ചെയ്തു. റിഷറിൻ്റെ ഈ അളവ് ഭൂമധ്യരേഖയ്ക്കടുത്തുള്ള സിയന്നെ എന്ന സ്ഥലം, അത് ഈജിപ്തിലാണ്, പാരീസിനേക്കാൾ അടുത്താണെന്ന് ന്യൂട്ടൺ പ്രഖ്യാപിച്ചു. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിരുന്നു. കാരണം ഭൂമധ്യരേഖയും മറ്റ് അക്ഷാംശങ്ങളും തമ്മിലുള്ള ദൂരം കണക്കാക്കാൻ ഇദ്ദേഹത്തിൻ്റെ ഈ അളവുകൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഇത് ഗുരുത്വപ്രഭാവം ദൂരത്തിന് വ്യുൽക്രമ നിയമം അനുസരിച്ച് കുറയുന്നതുകൊണ്ടാണെന്നുള്ള തെളിവായിട്ട് കണക്കാക്കപ്പെട്ടു. അതുകൊണ്ട് മുമ്പ് കരുതിയിരുന്നത് പോലെ ഭൂമി കൃത്യമായ ഗോളാകാരത്തിലല്ല. മധ്യരേഖയ്ക്കടുത്ത് ഭൂമിയുടെ വ്യാസം കൂടുതലുണ്ടാകാം. ഭൂമിയുടെ ഉപരിതല വ്യാസം കണ്ടുപിടിക്കുകയും അതുവഴി ഗ്രാവിമെട്രി എന്ന ശാസ്ത്രശാഖയ്ക്ക് റാങ് റിഷർ തുടക്കം കുറിക്കുകയും ചെയ്തു. ജിയോഡസിക് രൂപമെന്നാണ് ഭൂമിയുടെ രൂപത്തിന് പറയുന്നത്. അതിൻ്റെ ധ്രുവങ്ങളിൽ ഭൂമിയുടെ ഈ അളവ് കുറവായിരിക്കും. അതേസമയം ഇവിടെ ഭൂമധ്യരേഖ പ്രദേശത്തത് വളരെ കൂടുതലുമായിരിക്കും. ഇതുകൊണ്ടാണ് അതിന് ജിയോഡസിക്കൽ എർത്ത് എന്ന പേര് വന്നത്. ഇറ്റാലിയൻ ലെൻസ് നിർമ്മാതാവായിരുന്ന ജെമിനിയോ മുണ്ടാരി എന്ന ആളാണ് മറ്റൊരു പ്രധാന ശാസ്ത്രജ്ഞൻ. 17-ാം നൂറ്റാണ്ടിലെ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ കൂടെ മാത്രമേ ശാസ്ത്രത്തെ മനസ്സിലാക്കാൻ കഴിയൂ എന്ന് മണ്ടനാരി വിശ്വസിച്ചു.
1667 പെർസ്യൂസ് ഗണത്തിലെ അൽഗോൾ എന്ന നക്ഷത്രത്തെ മൊണ്ടനാരി കണ്ടുപിടിച്ചു. ഇടതുവശത്ത് പെർസ്യൂസിനെ കാണാം. ആ പെർസ്യൂസിലെ അൽഗോളാണിത്. അതിനു മുമ്പ് അൽഗോളിനെ പലരും കണ്ടെത്തിയിരുന്നു. ശാസ്ത്രീയമായി നിരീക്ഷിച്ച് രേഖപ്പെടുത്തി വെച്ചത് മൊണ്ടനാരിയായിരുന്നു. അൽഗോൾ ഒറ്റ നക്ഷത്രമല്ല. ഭൂമിയിൽ നോക്കുമ്പോൾ അത് ഒറ്റ നക്ഷത്രമായി തോന്നുമെങ്കിലും അത് യഥാർത്ഥത്തിൽ 3 നക്ഷത്രങ്ങളുടെ കൂട്ടമാണ്. അൽഗോൾ എ, താഴത്തെ ചിത്രം, അൽഗോൾ ബി, അൽഗോൾ സി, അങ്ങനെ. മൊണ്ടനാരി മോഡേണയിൽ നിയമം പഠിച്ച് സാൽസ്ബർഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദമെടുത്തു. 1663 കാസനിക്ക് പകരം ബൊളോണ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. ജ്യോത്സ്യത്തിൻ്റെ പ്രവചന ഭാഗത്തിൻ്റെ പൊള്ളത്തരം കാണിക്കാൻ സ്വന്തമായി പഞ്ചാംഗമുണ്ടാക്കി. 1680 മഹാധൂമകേതുവിനെ നിരീക്ഷിച്ചു. 1679 പാദുന യൂണിവേഴ്സിറ്റിയിലേക്ക് അധ്യാപകനായി പോയി. മൊണ്ടനാരിയുടെ പേരിൽ ചന്ദ്രനിലൊരു ഗർത്തമുണ്ട്. ധൂമകേതുവിൻ്റെ ചിത്രമാണത്. ദ ഗ്രേറ്റ് കോമറ്റ്. ഒലേ റോമറെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. ജാനിഷ് ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു ഒലേ ക്രിസ്റ്റ്യൻ റോമർ. പ്രകാശത്തിൻ്റെ വേഗത കണ്ടുപിടിക്കാനുള്ള പരീക്ഷണം ആദ്യമായി വിജയകരമായി നടത്തിയത് റോമറായിരുന്നു. കോപ്പൻഹാഗൻ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാഭ്യാസം നേടിയ റോമറെ ലൂയിസ് 14 എന്ന രാജാവ് അധ്യാപകനായി നിയമിച്ചു. റോമർ പാരീസ് നിലയത്തിൻ്റെ 1676 പ്രകാശവേഗത്തിൻ്റെ പരീക്ഷണം നടത്തിയത്. എങ്ങനെയാണ് നടത്തിയത് നോക്കാം. പ്രകാശത്തിന് സ്ഥിരവേഗത ഉണ്ടെന്നും അത് നൈമിഷികമായി സഞ്ചരിക്കുന്നതല്ലെന്നും 1676 റോമർ പാരീസ് നിലയത്തിലെ ഒരു പ്രദർശനത്തിലൂടെ സ്ഥാപിച്ചെടുത്തു. ആ പരീക്ഷണം നടത്തിയതിന് ചിത്രമാണ് ഈ വലതുവശത്ത് കാണുന്നത്. 1610 ഗലീലിയോ വ്യാഴത്തിൻ്റെ ഉപഗ്രഹം ഇയോയെ വ്യാഴത്തിൻ്റെ 1ാം ഉപഗ്രഹമായി കണക്കാക്കിയിരുന്നു. ടൈക്കോ ബ്രാഹെ തൻ്റെ നിരീക്ഷണ നിലയം യുറാനോബർഗിൽ വെച്ച് വ്യാഴം ഇയോയെ ഉപഗൂഹനം അല്ലെങ്കിൽ ഒക്കൾട്ട് ചെയ്യുന്നത് 140 പ്രാവശ്യം നിരീക്ഷിച്ച് രേഖപ്പെടുത്തി വച്ചിരുന്നു. ഇതിൽ ഗലീലിയോയുടെ പങ്ക് ഒന്ന് നമുക്ക് നോക്കാം. യഥാർത്ഥത്തിൽ ആദ്യമായി ആകാശത്തുള്ള വസ്തുക്കൾക്ക് പിറകിൽ മറ്റൊരു വസ്തു ചലിക്കുന്നുണ്ടെന്ന് കാണിച്ചു കൊടുത്തതും അരിസ്റ്റോട്ടലിൻ്റെ പ്രപഞ്ച സിദ്ധാന്തത്തെ ചോദ്യം ചെയ്യാൻ കൃത്യമായ തെളിവുകൾ മുന്നോട്ട് വെച്ചതും ഗലീലിയായിരുന്നു. അദ്ദേഹമാണല്ലോ ആദ്യമായിട്ട് വ്യാഴത്തിൻ്റെ ചുറ്റും ചലിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ 4 പ്രധാന ഉപഗ്രഹങ്ങളെ കണ്ടുപിടിച്ചത്. അതിൽ ഇയോയുടെ ചലനമാണ് ഇവിടെ വളരെ പ്രധാനമായി കരുതുന്നത്. അതിന് കാരണം നമ്മുടെ ടൈക്കോ ബ്രാഹെ എന്ന പ്രസിദ്ധനായ നിരീക്ഷണാത്മക ജ്യോതിശാസ്ത്രജ്ഞൻ തൻ്റെ നിരീക്ഷണാലയം യുറാനോബർഗ് വെച്ചിട്ടാണ് വളരെ കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹം ഇയോയുടെ ഉപഗൂഹനം എന്നാൽ നേരത്തെ നമ്മൾ സന്തരണത്തെ പറ്റി പറഞ്ഞുവല്ലോ. സന്തരണം എന്നാൽ ഭൂമിയിൽ നിന്നും ഭൂമിക്കും സൂര്യനും ഇടയ്ക്ക് കൂടെ കടന്നു പോകുന്ന ഗ്രഹങ്ങൾ സൂര്യന് മുമ്പിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിനെ ഭൂമിയിൽ നിന്ന് കാണുന്നതാണ് സന്തരണം. അതേപോലെ ഈ ഗ്രഹങ്ങൾ സൂര്യന് പിറകിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, സൂര്യന് മാത്രമല്ല വേറെയും പല വലിയ വലിയ വസ്തുക്കളുണ്ടല്ലോ ആകാശത്ത്. ഉദാഹരണത്തിന് വ്യാഴം വലിയൊരു ഗ്രഹമല്ലേ. അതായത് സൗരയൂഥത്തിൽ തന്നെ 2ാമത്തെ ഏറ്റവും വലിയ വസ്തുവാണ് വ്യാഴം. അപ്പോൾ വ്യാഴത്തിൻ്റെ പിന്നിലൂടെ അതിൻ്റെ തന്നെ ഉപഗ്രഹമായ ഇയോ കടന്നു പോകുന്നത് ഉപഗൂഹനമെന്ന് പറയും. അത് വ്യാഴത്തിൻ്റെ മാത്രമല്ല, ഏതൊരു വലിയ വസ്തുവിൻ്റെയും പിന്നിലൂടെ കടന്നു പോകുന്നത്, ചെറിയ വസ്തു പിന്നിലൂടെ കടന്നു പോകുന്നത് ഉപഗൂഹനവും,
മുന്നിലൂടെ കടന്നു പോകുന്നത് സന്തരണവുമാവും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ടൈക്കോ ബ്രാഹെ തൻ്റെ നിലയത്തിൽ വെച്ച് വ്യാഴം ഇയോയെ ഉപഗൂഹനം ചെയ്യുന്നത് 140 പ്രാവശ്യം നിരീക്ഷിച്ച് രേഖപ്പെടുത്തി വച്ചിരുന്നു. ഇതാണ് പിൽക്കാലത്ത് കാസനിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ റോമർക്കുമൊക്കെ വളരെ ഉപകാരപ്രദമായത്. എങ്ങനെയെന്ന് നോക്കാം. 1671 റോമർ റാങ് പിക്കാർഡുമായി സഹകരിച്ച് യുറാനോബോർഗിൽ വെച്ച് വ്യാഴം ഉപഗൂഹനം ചെയ്യുന്നതിൻ്റെ, അതായത് ബുധനെ ഇയോയെ ഉപഗൂഹനം ചെയ്യുന്നതിൻ്റെ ഇടവേളകളുടെ സമയം രേഖപ്പെടുത്തി വെച്ചു. അതേസമയം അക്കാലത്ത് പാരീസ് നിലയത്തിൻ്റെ ഡയറക്ടറായിരുന്ന ഗിയോവാനി ഡൊമിനിക്കോ കാസനിയും രേഖപ്പെടുത്തി വെച്ചിരുന്നു. പക്ഷേ കാസനി രേഖപ്പെടുത്തിയത് ഉപഗൂഹനത്തിൻ്റെ സമയാന്തരാളം എന്ന് വെച്ചാൽ ഉപഗൂഹനം ചെയ്യുന്ന സമയത്തിൻ്റെ അന്തരാള സമയം. അതായത് ഉപഗൂഹനം ചെയ്യുമ്പോൾ വ്യാഴത്തിൻ്റെ പിന്നിലേക്ക് ഇയോ കടന്നു പോകുമല്ലോ. അങ്ങനെ കടക്കുമ്പോൾ കടന്ന ഉടനെ പിന്നെ ഇയോയെ കാണാതാവും. പിന്നെ വ്യാഴത്തിൻ്റെ ഗ്രഹത്തിൻ്റെ പൂർണ്ണ വ്യാസത്തെ പൂർത്തിയാക്കി പുറത്തേക്ക് കടന്നു വരുന്ന ആ സമയമാണ് അന്തരാളം. അത് കൃത്യമായിരുന്നു എന്നാണ് കാസൻ രേഖപ്പെടുത്തിയത്. പക്ഷേ അവിടെ ഒരു അബദ്ധം കാസനിക്ക് പറ്റി. റോമറിൻ്റെ നിരീക്ഷണത്തിൽ ഭൂമി വ്യാഴത്തോട് അടുക്കും തോറും ഉപഗൂഹനത്തിൻ്റെ സമയം കുറഞ്ഞു വരുന്നുണ്ടെന്ന് റോമർ മനസ്സിലാക്കി. ഇവിടെയാണ് പ്രാധാന്യം. അതായത് ഭൂമിയും വ്യാഴവും തമ്മിൽ സഞ്ചരിക്കുന്ന സമയത്ത് വ്യാഴം സഞ്ചരിക്കുകയാണല്ലോ സൂര്യന് ചുറ്റും, അതേപോലെ ഭൂമിയും സഞ്ചരിക്കുന്നു. സ്വാഭാവികമായിട്ടും വ്യാഴം ചില സമയത്ത് ഭൂമിയുടെ അടുത്ത് വരും, ചില സമയത്ത് ദൂരത്ത് പോകും. അതെല്ലാ ഗ്രഹങ്ങളും അങ്ങനെയാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ കാസനിക്ക് പറ്റിയ അബദ്ധം, ഈ ഇയോയുടെ സമയാന്തരാളം എത്ര പ്രാവശ്യം ഇയോ വ്യാഴത്തിൻ്റെ പിറകിൽ കൂടെ കടന്നു പോയാലും തുല്യമാണ് എന്ന് രേഖപ്പെടുത്തി. ഇവിടെയാണ് കാസനിക്ക് പറ്റിയ അബദ്ധം. യഥാർത്ഥത്തിൽ വ്യാഴം ഭൂമിയോടടുത്ത് വരുമ്പോൾ ഈ സമയാന്തരാളത്തിൻ്റെ സമയം കുറഞ്ഞു വരും. ആ കുറഞ്ഞു വരുന്ന ആ പ്രതിഭാസത്തെയാണ് നമ്മുടെ റോമർ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ നിന്നും ഇവിടെ ചിത്രം കൊടുത്തിരിക്കുന്നു വലതുവശത്തെ ചിത്രത്തിൽ സൂര്യനും വ്യാഴവും കാണിച്ചിരിക്കുന്നു, ഭൂമിയും കാണിച്ചിരിക്കുന്നു. ഇത് എർത്ത്, ഭൂമിയും വ്യാഴവും തമ്മിലുള്ള ദൂരം പലപ്പോഴും കുറഞ്ഞു വരും. കാരണം വ്യാഴവും സൂര്യനെ ചുറ്റുന്നുണ്ട്, ഭൂമിയും സൂര്യനെ ചുറ്റുന്നുണ്ട്. സ്വാഭാവികമായിട്ടും സൂര്യൻ്റെ പിറകിലുള്ള സൂര്യന് ചുറ്റുമുള്ള സഞ്ചാരത്തിൻ്റെ രീതി അത് ദീർഘവൃത്താകാരത്തിലാണ്. അത് വ്യാഴത്തിൻ്റെ ആയാലും അങ്ങനെ തന്നെ. അങ്ങനെ വരുമ്പോൾ ഭൂമിയും വ്യാഴവും തമ്മിലുള്ള ദൂരം കൂടിയും കുറഞ്ഞും വരും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യാഴത്തിൻ്റെ പിറകിലൂടെ കടന്നു പോകുന്ന ഇയോയുടെയോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് ഉപഗ്രഹങ്ങളുടെയോ സമയാന്തരാളം എന്ന് പറഞ്ഞാൽ ഇത് വ്യാഴത്തിൻ്റെ പിറകിൽ ഇയോ എന്ന ഉപഗ്രഹം കടന്നു പോകുമ്പോൾ തുടക്കമാണിത്. തുടക്കം ഇതും അവസാനം ഇവിടെയും ഈ പോയിന്റും. അതായത് ഈ സമയാന്തരാളം കടന്നു പോകാനുള്ള സമയാന്തരാളം വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. ചെറിയ വ്യത്യാസമേ ഉണ്ടാവുള്ളെങ്കിലും വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ കാസനിക്ക് അത് എന്തോ തെറ്റിദ്ധാരണ കൊണ്ട് ഈ ദൂരം, അതായത് ഈ സമയം കൃത്യമായിരിക്കുമെന്ന് രേഖപ്പെടുത്തി. ഇതിൽ നിന്നും പ്രകാശത്തിന് ഒരു നിശ്ചിത ദൂരം സഞ്ചരിക്കാൻ നിശ്ചിത സമയം വേണമെന്നായിരുന്നു റോമറിൻ്റെ കണക്കൂട്ടൽ. വളരെ കറക്റ്റല്ലേ? പ്രകാശം ഈ നമ്മൾ കാണുന്നത് ഭൂമിയിൽ നിന്ന് ഏതൊരു വസ്തുവിനെയും കാണുന്നതിൻ്റെ കാരണം അതിൽ തട്ടി പ്രതിഫലിക്കുന്ന പ്രകാശം ഭൂമിയിലെ ആളുകളുടെ കണ്ണിലെത്തുന്നതാണല്ലോ. അതാണല്ലോ ദൂരം. ആ ദൂരത്തിലേക്ക് പ്രകാശം കടന്നു വരാൻ എടുക്കുന്ന സമയത്തിനെയാണല്ലോ പ്രകാശത്തിൻ്റെ സഞ്ചരിക്കുന്ന സമയമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ റോമറിൻ്റെ കണക്കൂട്ടൽ ശരിയായിരുന്നു. പക്ഷേ ഇക്കാര്യം കാസനിയും മറ്റുള്ളവരും അംഗീകരിച്ചില്ല. ന്യൂട്ടൻ അംഗീകരിച്ചു. റോമർ അന്തരിച്ച് 2 വർഷങ്ങൾക്ക് ശേഷം ന്യൂട്ടൻ 1729 അന്തരിച്ച് 2 ദശകങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്കല്ല, തെറ്റാണിത്,
2 ദശകങ്ങൾക്ക് ശേഷം 1729 ജെയിംസ് ബ്രാഡ്ലി എന്ന മറ്റൊരു ശാസ്ത്രജ്ഞൻ നക്ഷത്ര വിപതനത്തെപ്പറ്റി വിശദീകരിച്ചപ്പോഴാണ് റോമറിൻ്റെ പരീക്ഷണം അംഗീകരിച്ചതും ശരിവച്ചതും. ഇങ്ങനെ എത്രയെത്ര മഹാരഥന്മാർ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ജീവിച്ചിരുന്ന കാലത്ത് അർഹിക്കുന്ന അംഗീകാരം കിട്ടാതെ കാലയവനികയ്ക്കുള്ളിൽ പോയി മറഞ്ഞുപോയി. അവരുടെ ത്യാഗങ്ങളാണ് നമ്മുടെ ജീവിത സൗഭാഗ്യങ്ങളെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടാവുമോ? 1809 ഒരു നൂറ്റാണ്ടിന് ശേഷം ഴാങ് ബാപ്റ്റിസ്റ്റ് ജോസഫ് ഡിലാംബ്രെ സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ 8 മിനിറ്റുകളും 12 സെക്കൻഡുകളും വേണമെന്ന് പ്രസ്താവിച്ചു. ഈ സമയത്തിനുള്ളിൽ പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തെ 1496 ദശലക്ഷം കിലോമീറ്റർ, അതിനെ ഒരു ആസ്ട്രോണമിക് യൂണിറ്റ് AU എന്നും പ്രകാശവേഗത 3 ലക്ഷം കിലോമീറ്ററായും കണക്കാക്കി. ആധുനിക പ്രകാശവേഗത 2,99,792.458 കിലോമീറ്റർ സെക്കൻഡ്സ് ആണ്. ബ്രിട്ടീഷ് ടെലിസ്കോപ്പ് എന്ന ഗ്രഹചലനത്തെ പറ്റിയുള്ള ആധികാരികമായ ഗ്രന്ഥം എഴുതിയ ബ്രിട്ടീഷ് ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു എഡ്മണ്ട് വീവർ. 18-ാം നൂറ്റാണ്ടിലെ ഒരു ആധികാരിക പുസ്തകമായി ഈ പുസ്തകം വിലയിരുത്തപ്പെടുന്നു. ലിങ്കൺഷെയറിലാണ് വീവർ ജനിച്ചത്. വീവറുടെ സഹവാസം കൊണ്ടാണ് താൻ ഒരു ജ്യോതിശാസ്ത്ര തൽപരനായത് എന്ന് വില്യം സക്ലെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. വീവർ സൗരകേന്ദ്ര പ്രപഞ്ച സിദ്ധാന്തത്തെ പിന്താങ്ങിയിരുന്നു.